സിനിമകളിലെ ചില രംഗങ്ങൾ കാണുമ്പോൾ പിന്നെ ഇതൊക്കെ കുറച്ച് ഓവറാണെന്ന് നമ്മൾ പറയാറില്ലേ? എന്നാൽ സിനിമാ കഥയെ വെല്ലുന്ന ഒരു ത്രില്ലർ രംഗം നടന്നിട്ടുണ്ട് നമ്മുടെ ആകാശത്ത് വെച്ച്. 1990 ജൂൺ 10 UK ബർമിംഗ്ഹാം എയർപോർട്ടിൽ നിന്ന് ബ്രിട്ടീഷ് എയർവേസിന്റെ ഫ്ലൈറ്റ് 5390 വിജയകരമായി പറന്നുയർന്നു. സ്പെയിനിലെ മലാഗയിലേക്കായിരുന്നു യാത്ര. 81 യാത്രക്കാരും 4 ജീവനക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ആകാശത്തേക്ക് കുതിച്ചുയർന്ന വിമാനം ഏകദേശം 20 മിനിറ്റുകൾക്ക് ശേഷം 23,000 അടി ഉയരത്തിലെത്തി. ഇതിനിടെ കോക്പിറ്റിലേക്ക് കടന്നുവന്ന ജീവനക്കാരൻ നൈജൻ ഓഗ്ജൻ ഉച്ചത്തിലുള്ള ഒരു ശബ്ദം കേട്ട് ഞെട്ടി. ഉഗ്രശബ്ദം കേട്ട യാത്രക്കാരും ഭയന്നു. കോക്പിറ്റിലെ 6 വിൻഡോ സ്ക്രീനുകളിൽ 2 തകർന്ന വിമാനത്തിൽ നിന്ന് വേർപെട്ടതിന്റെ ശബ്ദമായിരുന്നു അത്. പതിവ് പരിശോധനകളെല്ലാം കഴിഞ്ഞായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു? ജനലുകൾ തകർന്ന ഉടൻ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്ന 42-കാരനായ പൈലറ്റ് ടീം ലാൻകാസ്റ്റർ ജനലിലൂടെ പുറത്തേക്ക് തെറിച്ചു. ഫ്ലൈറ്റ് ഡെക്കിന്റെ വാതിൽ വായുമർദ്ദത്തിന്റെ ശക്തിയിൽ തുറന്നതിനാൽ കോക്പിറ്റിൽ നിന്നും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ യാത്രക്കാർക്കും കാണാമായിരുന്നു. ക്യാബിനിൽ ഉണ്ടായിരുന്ന പേപ്പറുകളും മറ്റു വസ്തുക്കളും തകർന്ന ജനലിലൂടെ പുറത്തേക്ക് തെറിച്ചുപോയി. നൈജലിന് ആകെ കാണാനായത് കാറ്റിനൊപ്പം കോക്പിറ്റിന്റെ പുറത്തേക്ക് പോവുകയായിരുന്ന ടിമ്മിന്റെ കാലുകൾ മാത്രമാണ്. ഒട്ടും വൈകാതെ നൈജൽ ടിമ്മിന്റെ കാലുകളിൽ പിടിമുറുക്കി. ടിമ്മിനൊപ്പം പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയ നൈജലിനെ മറ്റൊരു ജീവനക്കാരി എത്തിയാണ് സഹായിച്ചത്. കോ പൈലറ്റ് അലസ്റ്റെയർ ആറ്റ്കിൻസൺ ഉടൻ തന്നെ എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുകയും സതാംപ്ടൺ എയർപോർട്ടിൽ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യിക്കുകയും ചെയ്തു. വിമാനത്തിന്റെ മുകൾ ഭാഗത്തായിരുന്നു ടിമ്മിന്റെ ശരീരം. 20-ലേറെ മിനിറ്റാണ് അവിടെ തങ്ങി നിന്നത്. ഉടൻ തന്നെ ടിമ്മിനെ സുരക്ഷിതമായി താഴെ ഇറക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഭാഗ്യം കൊണ്ടാണ് ടിം രക്ഷപ്പെട്ടത്. നൈജലിന്റെ സമയോചിതമായ ഇടപെടലാണ് ടിമ്മിന്റെ ജീവൻ കാത്തുരക്ഷിച്ച പ്രവർത്തിക്ക് നിർണായകമായത്. ടിമ്മിന്റെ വലതുകൈ ഉൾപ്പെടെ ശരീരത്തിൽ പലയിടത്തും ഒടിവുകളും മുറിവുകളും ഉണ്ടായി. രക്ഷിച്ച നൈജലിന്റെ തോളിനും മുഖത്തിനും പരിക്കേറ്റു. സംഭവത്തെപ്പറ്റി അധികൃതർ അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയത് വിമാനം പറന്നുയരുന്നതിന് 27 മണിക്കൂർ മുൻപാണ് വിൻസ്ക്രീൻ സ്ഥാപിച്ചത്. മാത്രമല്ല, വിൻസ്ക്രീനിനൊപ്പം സ്ഥാപിച്ച ബോൾട്ടുകൾ സാധാരണ ഉപയോഗിക്കുന്നവയിൽ നിന്നും വ്യാസം കുറഞ്ഞവയായിരുന്നു. കോക്പിറ്റിലെയും പുറത്തെ അന്തരീക്ഷത്തിലെയും വായുമർദ്ദ വ്യതിയാനങ്ങൾ തടയാൻ ഈ ബോൾട്ടുകൾക്ക് കഴിയാതെ വന്നതോടെയാണ് വിൻസ്ക്രീനുകൾ തകർന്നത്.